അപ്പൊ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ചിക്കൻ പോക്കറ്റ് തയ്യാറാക്കിയാലോ? വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പൊ ഒന്ന് കണ്ടു നോക്കൂ. അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി വെക്കാം. ഈ ചിക്കന്റെ ബോൺലെസ് പീസസ് ഇല്ലേ, അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. കുക്ക് ചെയ്തെടുക്കല്ല, ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം മിക്സിയിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഞാനിവിടെ ക്വാണ്ടിറ്റി മാത്രമാണ് ചിക്കൻ എടുത്തേക്കുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു ചെറിയ സവോളയുടെ പകുതി, ഒരല്പം മല്ലിയില, ഇത്ര എടുത്തിട്ടുണ്ട്. ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചതില്ലേ, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മയണൈസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തണം. ഇനി ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓരോ പീസും ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡിന്റെ അരികുവശം ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇതും ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. പേസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം. അതിന്റെ മുകളിലായിട്ട് അടുത്ത ബ്രെഡിന്റെ കഷ്ണം വെച്ച് സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 3 സെറ്റ് ബ്രെഡ്, അതായത് 6 സ്ലൈസ് ബ്രെഡ് കട്ട് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നുകിൽ ഇതൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ചൂടായ ദോശത്തവയിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഓരോ പീസസ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാണ്. നമ്മൾ ഇതൊന്ന് മറിച്ചിടാം. പോലെ മൊരിയിച്ചെടുക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഫ്രൈ ചെയ്തത് എടുക്കുന്നതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുപോലെ രണ്ടു വശവും നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ടോസ്റ്റ് ചെയ്ത ബ്രെഡ് പീസസ് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓരോ ബ്രെഡ് പീസസും ഇതുപോലെ നടുവേ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഹാഫ് ആക്കിയിട്ട് എടുക്കാം. കണ്ടോ, ഇനി നമുക്കിത് പതുക്കെ ഇതുപോലെ ഒന്ന് കണ്ടോ വിടർത്തിയെടുക്കാം. അപ്പൊ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം. ബ്രെഡ് പോക്കറ്റ്സും തയ്യാറായിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഫില്ലിങ്ങും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിങ് കുറേശ്ശെ നമുക്ക് ഈ ബ്രെഡ് പോക്കറ്റ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് അതിന്റെ ഫില്ലിങ് നിറച്ചു കഴിഞ്ഞാലായിട്ട് വരുന്നത്.